സാധുദർശനം പാപവിമോചനം, സാധുദർശനം പാപവിമോചനം, സാധുദർശനം പാപവിമോചനം. ജനുവരി മാസം 11, 12 തീയതികളിലായി പാമ്പാടി കടവിൽ നടക്കുന്ന കുംഭമേളയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വാമി പ്രഭാകരാനന്ദ സ്വാമി, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ ആദിശങ്കര അഖാഡയുടെ സ്ഥാപകൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹം ഈ കുംഭമേളയെ സംബന്ധിച്ച് വിശദീകരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക. സാധുദർശനം പാപവിമോചനം. പരശുരാമ ക്ഷേത്രമായ കേരളക്കരയിൽ 44 നദികൾ ഉണ്ടെങ്കിലും നദികളൊന്നും തന്നെ ശുദ്ധമല്ലാത്തതായ ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയൊക്കെ വർഷങ്ങളായെങ്കിലും അനേകം നദികൾ ഉള്ളതായ ഈ ഭാരതഭൂമിയിൽ ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി എന്നെല്ലാം തുടങ്ങുന്നുണ്ടെങ്കിലും ജല മലിനീകരണം തടയുവാനും അന്തരീക്ഷ മലിനീകരണം തടയുവാനും പരിസ്ഥിതി സംരക്ഷിക്കുവാനുമായിട്ട് പദ്ധതികളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളക്കരയിൽ ഏറ്റവും നീളം കൂടിയതായ നദിയാണ് ഭാരതപ്പുഴ എന്ന പേരിലുള്ള നിളാനദി. ഭാരതഭൂമിയുടെ പേരിലുള്ള ഏക നദി കൂടിയാണിത്. അതിനാൽ 144 വർഷങ്ങൾക്ക് ശേഷം മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടക്കാൻ പോകുന്നതിന് മുന്നോടിയായി പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ജീവരാശികളെ തടയുവാനായി നദികളെ സംരക്ഷിക്കുക എന്ന ഒരു പദ്ധതിയുമായി അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ നിർദ്ദേശാനുസരണം ആദിശങ്കര അദ്വൈത അഖാഡ ശ്രീരാമചന്ദ്ര പ്രഭുവും ലക്ഷ്മണകുമാരനും സീതാ അന്വേഷണ സമയത്ത് കാൽകുത്തിയതായ തിരുവില്ലാമല സന്നിധാനത്തിൽ, അതായത് പഞ്ചപാണ്ഡവർ മഹാഭാരത യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ മരിച്ചവർക്കെല്ലാവർക്കും വേണ്ടി തർപ്പണക്രിയകൾ നടത്തിയതായ നദിക്കരയിൽ കേരള കുംഭമേള 11, 12 തീയതികളിലായി നടത്തുവാൻ പോവുകയാണ്. ഇതിൽ ജാതിക്കും മതത്തിനും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ജീവരാശികളെ മുഴുവൻ സംരക്ഷിക്കുക എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടത്തുന്നത്. നെഹ്റു കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇതിനുള്ള സെമിനാറുകളും സന്യാസി ചേട്ടന്മാർക്കുള്ള പാദപൂജയും യതിപൂജയും ഷിർഡി ക്ഷേത്രത്തിൽ അന്നദാനവും ചേർത്തുകൊണ്ട് വൈകുന്നേരം 12-ാം തീയതി 4 മണിക്ക് ഈ നദിക്കരയിൽ അനേകം ഭക്തജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് നദിയെ സംരക്ഷിക്കുക എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആര് നടത്തുന്ന മഹത്തായ ഈ ചടങ്ങിനെയാണ് കേരള കുംഭമേള എന്ന പേരിൽ വിളിക്കുന്നത്. സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂടെ തന്നെ കേരളത്തിലെ എല്ലാ ധർമ്മ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഏക ലക്ഷ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രണാമം.